അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കിലോ വരുന്ന ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി മിറർ ഗ്ലേസ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കേക്ക് ലെയർ ചെയ്യണം. ലെയർ ചെയ്ത ശേഷം നമുക്ക് ഗനാഷും വിപ്പിംഗ് ക്രീമും കൂടെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. അത് ക്രം കോട്ട് ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തതിന് ശേഷം വേണം ഗ്ലേസ് ഒഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കേക്ക് ലെയർ ചെയ്യാം. നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഗനാഷ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2:1 റേഷ്യോയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ചോക്ലേറ്റ് 500 ഗ്രാമും 250 ഗ്രാം ക്രീമുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് ഒരു കുറച്ച് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കോട്ട് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് സെറ്റ് ആക്കാനായിട്ട് വെക്കാം. ഗ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റ് ഏകദേശം 24 ounce, അതായത് 680 ഗ്രാംസോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് മിറർ ഗ്ലേസ് ചെയ്യാനുള്ളത് വലിയൊരു കേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ എമൗണ്ട് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 28 ഗ്രാം ജെലാറ്റിൻ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജെലാറ്റിൻ സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 1 ക്യാൻ കണ്ടൻസ്ഡ് മിൽക്ക്, 1.5 കപ്പ് വാട്ടർ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജെലാറ്റിൻ ഒന്ന് ബ്ലൂം ചെയ്യാനായിട്ട് വെക്കാം. എടുത്തിരിക്കുന്ന ജെലാറ്റിനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് ബ്ലൂം ചെയ്യാനായിട്ട് വെക്കുക. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തന്നെ അടം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ സമയം നമുക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തീ സിമ്മറിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബ്ലൂം ആയിട്ടിരിക്കുന്ന ജെലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജെലാറ്റിൻ എല്ലാം നന്നായിട്ട് അങ്ങ് അലിഞ്ഞു ചേരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. അതൊന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചോക്ലേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗ്ലേസ് ഒഴിക്കുന്ന സമയത്ത് ചോക്ലേറ്റിന്റെ ചെറിയ ചെറിയ പീസസ് കേക്കിന്റെ മുകളിലേക്ക് വീഴും. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും ടെമ്പറേച്ചറിൽ, അതായത് ഒരു 26 to 30 ഡിഗ്രി സെൽഷ്യസ് ആവുന്നവരെ നമ്മളിത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രമേ നമ്മൾ കേക്കിന്റെ മുകളിൽ ഒഴിക്കാനായിട്ട് പാടുള്ളൂ. കുറച്ചും കൂടി ടെമ്പറേച്ചർ ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ജെൽ കളർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജെൽ കളർ, ഏത് കളർ ഗ്ലേസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഗാലക്സി മിറർ ഗ്ലേസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പം നമുക്ക് മിറർ ഗ്ലേസ് ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ചോക്ലേറ്റ് പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള പോർഷൻസിലേക്ക് നമുക്ക് നേവി ബ്ലൂ കളർ നമുക്ക് ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ അതിലേക്ക് നമുക്ക് ബ്ലാക്കിൻ്റെ 1 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്യാം. എല്ലാം ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ബ്ലൂ ഒരു 2-3 ഡ്രോപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത്. ഇനി അടുത്ത ബൗളിലേക്ക് നമുക്ക് ബ്ലൂവിൻ്റെ 1 ഡ്രോപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബ്ലൂവിൻ്റെ കളർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടീൽ ബ്ലൂ കളറാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് ഫോറസ്റ്റ് ഗ്രീനിൻ്റെ ജെൽ കളറും ബ്ലൂ കളറും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഫോറസ്റ്റ് ഗ്രീനിൻ്റെ ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഡ്രോപ്പ് ബ്ലൂവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യുന്നത് 1 ഡ്രോപ്പ് പർപ്പിൾ കളറാണ്. നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പിങ്ക് കളറാണ്. ജെൽ കളർ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് പോർ ചെയ്യാം. ബേസ് കളറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള കളറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി എല്ലാ കളറിന്റെയും കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം ആഡ് ചെയ്യേണ്ട, കുറേശ്ശെ മാത്രം. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കേക്ക് ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിന്റെ മേളിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലേസ് എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അന്നേരം ഇതിൻ്റെ അടിയിലുള്ള ആ ഡ്രിപ്പിംഗ്സ് എല്ലാം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വൈറ്റ് ജെൽ കളറും കൂടി ആഡ് ചെയ്യാം, ഒരു സ്റ്റാർ എഫക്റ്റ് വരുത്താനായിട്ട്. എന്നിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി നമ്മുടെ ഗ്ലേസിന്റെ മേളിലേക്ക് വൈറ്റ് ജെൽ കളർ വെച്ച് നമുക്ക് ആ ഒരു സ്റ്റാറിന്റെ ഫീലിംഗ് വരാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മിറർ ഗ്ലേസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റലേഷനൊക്കെ നമുക്ക് കാണാം ഇതിനകത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവരും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.